ഹായ് 2026 പുറത്തിറങ്ങിയ ഏറെ രസകരമായ ഒരു മലയാളം ചലച്ചിത്രം ചത്താപ്പച്ച ദ റിംഗ് ഓഫ് റൗഡീസ്. സനൂപ് തൈക്കുടം എഴുതി അദ്വൈത് നായർ സംവിധാനം ചെയ്ത ചലച്ചിത്രം മമ്മൂട്ടിയുടെ ക്യാമിയോ അപ്പിയറൻസിനാൽ ഒരുപാട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അർജുന അശോകനും റോഷൻ മാത്യുവും വിശാഖ് നായരും ഇഷാൻ ഷൌക്കത്തുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. രസകരമായ ഈ ഒരു ചലച്ചിത്രത്തിന്റെ രസകരമായ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് 3 കുട്ടികളിൽ നിന്നുമാണ്. സാവിയോ, വെട്രി, ലിറ്റിൽ എന്നെല്ലാവരും വിളിക്കുന്ന തോമസ് കുട്ടിക്കാലം മുതൽ അവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ലിറ്റിൽ ജനിച്ചത് ഫോർട്ട് കൊച്ചിയിലായിരുന്നു. ഫോർട്ട് കൊച്ചി അന്ന് ഗാട്ടാ കുസ്തിക്ക് പേരുകേട്ടയിടമാണ്. ജനങ്ങളൊക്കെ ഗുസ്തിയിൽ വല്ലാതെ ആകൃഷ്ടരായിരുന്ന സമയം അവിടുത്തെ ഏറ്റവും മികച്ച ഒരു ഗാട്ടാ ഗുസ്തി ചാമ്പ്യനായിരുന്നു കല്ലത്ത് മാണി. മാണി കളത്തിലിറങ്ങിയാൽ എതിരാളികൾക്ക് മാണിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല. തുടർച്ചയായ വിജയം മാണിയെ അവിടുത്തെ മികച്ച ഒരു താരം തന്നെയാക്കി മാറ്റിയിരുന്നു. പക്ഷേ മാണിയുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാണിയൊന്ന് വീണ് കാണാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും. പക്ഷേ മാണിയോട് മുട്ടാൻ എല്ലാവർക്കും നല്ല ഭയമാണ്. അങ്ങനെ ഒരു കാർണിവൽ രാത്രി അമ്മയുടെ കണ്ണുവെട്ടിച്ച് ലിറ്റില് ഗുസ്തി കാണാൻ വേണ്ടി പുറത്തു ചാടി. അന്നായിരുന്നു മാണിയുടെ പുതിയൊരു എതിരാളി ആ കളത്തിലേക്ക് എത്തുന്നത്. ബുള്ളറ്റിൽ 2 കുട്ടികളുമായി വന്നിറങ്ങിയ അതീവ കരുത്തനായ ഒരു മനുഷ്യൻ. കളർഫുൾ ലങ്കൂട്ടിയൊക്കെ ഇട്ട് വാമപ്പൊക്കെ ചെയ്ത് അയാൾ കളത്തിലേക്കിറങ്ങി. ആദ്യം ആർക്കും തന്നെ അയാളെ പിടികിട്ടിയില്ല. പക്ഷെ അടി തുടങ്ങിയപ്പോ ആളാരാണെന്നത് വ്യക്തമായി. കൊച്ചിയിലെ പഴയൊരു പെശക് മച്ചാൻ വാൾട്ടർ ലോബോ, ലിറ്റിലിന്റെ മുത്തശ്ശൻ, വാറുവാശന്റെ ഫേവറേറ്റ് ശിഷ്യൻ. ബുള്ളറ്റ് വാൾട്ടർ എന്നാണ് ഇപ്പോഴത്തെ വിളിപ്പേര്. പണ്ട് അവിടുന്ന് ഗുസ്തിയും പഠിച്ച് ലോകം കറങ്ങാൻ പുറപ്പെട്ട വാൾട്ടർ എത്തിപ്പെട്ടത് ഒരു സർക്കസ് കമ്പനിയിലായിരുന്നു. അവിടെ ഫയൽവാനായി വാൾട്ടർ നല്ലൊരു വിലസ് തന്നെ വിലസി. പക്ഷെ ഒരു തീപിടുത്തത്തില് ആ സർക്കസ് കമ്പനി കത്തി നശിച്ചു. വാൾട്ടറിനെ രക്ഷിക്കാൻ സാധിച്ചത് 2 കുട്ടികളെയായിരുന്നു. അവിടുത്തെ സ്റ്റെൻ മാസ്റ്ററുടെ മകനായ സാവിയോ, മറ്റൊരാൾ റിംഗ് മാസ്റ്ററുടെ മകനായ വെട്രി. ആ 2 പയ്യന്മാരുമായിട്ടാണ് വാൾട്ടർ അന്ന് കൊച്ചിയിലെത്തിയത്. ഗോദയിലെന്ന് പൊടിപാറി വാൾട്ടറും മാണിയും നേർക്കുനേർ ഏറ്റുമുട്ടി. ആളുകൾ നോക്കി നിൽക്കെ മാണിയെ വാൾട്ടർ നിലത്തിട്ടടിച്ചു. എല്ലാവരും നോക്കിക്കണ്ടു നിൽക്കെ വാൾട്ടർ മാണിയെ പരാജയപ്പെടുത്തി മാണിയുടെ ഗർവം അടക്കി. പിന്നെ അങ്ങോട്ട് തന്റെ ആശാന്റെ അക്കാഡമിയും ലിറ്റിലിന്റെ കുടുംബത്തെയടക്കം ഏറ്റെടുത്ത് വാൾട്ടർ അവിടെയങ്ങ് കൂടാൻ തുടങ്ങി. അങ്ങനാണ് ലിറ്റിലും വെട്രിയും സാവിയോയും ഒന്നിച്ചുള്ള ജീവിതം തുടങ്ങിയത്. അവർ അടുത്ത കൂട്ടുകാരായതും അപ്പനും അപ്പൂപ്പനും ഒന്നുമില്ലാത്ത അവർക്ക് വാൾട്ടർ അവരുടെ കൺകണ്ട ഹീറോ ആയി. ഗുസ്തിയും റെസ്ലിംഗും കുട്ടിക്കാലം മുതലേ അവരുടെ മനസ്സിൽ കയറിപ്പറ്റി. വീട്ടില് TV വാങ്ങിയപ്പോ അവരാദ്യം കണ്ടാസ്വദിച്ചതുപോലും റെസ്ലിംഗ് ആയിരുന്നു. പക്ഷേ ലിറ്റിലിന്റെ അമ്മയ്ക്ക് സാവിയോയെയും വെട്രിയെയും അത്രയങ്ങ് സെറ്റാവുന്നുണ്ടായിരുന്നില്ല. ഗുസ്തി പഠിക്കലും മറ്റുമായി അവരുടെ നാളുകൾ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. വാൾട്ടറിന്റെ ഒരു വാച്ച് വെച്ചിട്ടായിരുന്നു പലപ്പോഴും അവർ പരസ്പരം പന്തയം വെച്ച് കളിച്ചുകൊണ്ടിരുന്നത് പോലും. അവിടുത്തെ ഒഴിഞ്ഞ പഴയ റെയിൽവേ സ്റ്റേഷനും അംബേദ്കറിലെ ബട്ടർ ഫ്രൂട്ട് ജ്യൂസുമെല്ലാം അവരുടെ വികാരങ്ങളായിരുന്നു. കളിച്ചു ചിരിച്ച് സന്തോഷത്തോടെ അവർ നടന്നിരുന്ന കാലം. അപ്പോഴാണ് ലാലേട്ടന്റെ ചോട്ടാ മുംബൈ റിലീസാവുന്നത്. അന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത്. കല്ലത്ത് മാണിയുടെ അലങ്കാർ തിയേറ്ററിൽ ചോട്ടാ മുംബൈ പ്രദർശിപ്പിക്കുന്ന സമയം മാണിയുടെ കാറ് തിയേറ്ററിന്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരുന്നു. കാറിന്റെ മുകളിൽ മാണിയുടെ മകൻ ചെറിയാൻ മാണി വലിയ പോസൊക്കെ കൊടുത്തിരിക്കുകയാണ്. അതുവഴി വന്ന ലിറ്റില് ആ കാറിന്റെ ഭംഗി കണ്ട് അതിലൊന്നു തലോടി. അത് കണ്ട് ചെറിയാൻ അത് ഇഷ്ടപ്പെട്ടില്ല. നീ വണ്ടി സ്ക്രാച്ച് ആക്കുവാണോടാ എന്ന മട്ടിൽ ദേഷ്യത്തിൽ ചെറിയാൻ ചോദിച്ചു. അത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന ഡ്രൈവറും നീ വണ്ടി സ്ക്രാച്ച് ആക്കോടാ എന്ന് ചോദിച്ച് ലിറ്റിലിനെ പിടിച്ച് ചെവിക്ക് പിടിച്ച് തിരിക്കാൻ തുടങ്ങി. പിന്നെ പറയണ്ടല്ലോ, പിന്നെ അവിടെ നടന്നത് ഒരു കൂട്ട ഇടിയായിരുന്നു. ലിറ്റിലിനെ തൊട്ടതറിഞ്ഞാൽ വെട്രിയും സാവിയോയും വെറുതെ ഇരിക്കുമോ? അവർ ഓടി വന്നു. 3 പേരും കൂടി ആ ഡ്രൈവറെ കണക്കിനങ്ങ് മർദ്ദിക്കാൻ തുടങ്ങി. കാറിനുള്ളിലേക്ക് പടക്കമെറിഞ്ഞവർ പൊട്ടിക്കുക പോലും ചെയ്തു. ആ സംഭവം വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കി. അതിന്റെ പേരിൽ കല്ലത്തുമാണിയും വാൾട്ടറും തമ്മിൽ പൊരിഞ്ഞ ഒരു യുദ്ധം തന്നെ നടന്നു. സാവിയോയെയും വെട്രിയെയും ലിറ്റില് സുപ്രജാമ എന്ന് വിളിക്കുന്ന ഒരു ലേഡിയെ ഏൽപ്പിച്ച് ലിറ്റിലിന്റെ അമ്മ അവനെയും കൊണ്ട് അവിടെ നിന്ന് പോയി. മാണിയെ അടിച്ചൊതുക്കിയ ശേഷം പിന്നീട് വാൾട്ടറെ കൊച്ചിയിലാരും കണ്ടിട്ടില്ല. വാൾട്ടറും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. വർഷങ്ങൾക്കിപ്പുറം കൊച്ചി വിട്ടു പോയിരുന്ന ലിറ്റില് കൊച്ചിയിലേക്ക് തിരികെ എത്തുകയാണ്. എന്തോ ഒരു പ്ലാനും കൊണ്ടായിരുന്നു അവന്റെ വരവ്. എന്ത് പരിപാടിക്കിറങ്ങുമ്പോഴും ഇംഗ്ലീഷുകാര് ഡു ഓർ ഡൈ എന്ന് പറയില്ലേ, അതിന് കൊച്ചിയിലെ പുള്ളേര് പറയുന്ന ഒരു വാക്കുണ്ട്, ചത്ത പച്ച. അതും പറഞ്ഞാണ് ലിറ്റില് കൊച്ചിയിൽ കാലുകുത്തിയത്. വന്നപാടെ അംബേദ്കറിൽ പോയി അവനൊരു ബട്ടർ മിൽക്കങ്ങ് കുടിച്ചു. പഴയ ഓർമ്മകൾ അവനിലേക്ക് ഇരച്ചെത്തി തുടങ്ങി. ഒരു കടയിൽ കയറിയിരുന്ന് കുട്ടികളോട് പഴയ മാണിയുടെയും വാൾട്ടറിന്റെയും ഫൈറ്റിന്റെ കഥ അവനങ്ങനെ പറഞ്ഞിരിക്കെ അങ്ങോട്ടേക്ക്
വാൾട്ടറിന്റെ കൂട്ടുകാരനായിരുന്ന നിലവിൽ ഗുസ്തി ക്ലാസ് എടുക്കുന്ന ലിറ്റിലിന്റെ മുത്തച്ഛന്റെ അക്കാഡമി നോക്കി നടത്തുന്ന ഫാൽഗു ആശാൻ കടന്നുവന്നു. ഫാൽഗു ആശാനെ കണ്ടതും ലിറ്റിലിന് വലിയ സന്തോഷമായി. ലിറ്റിലിന് പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിക്കൊടുത്ത് ഫാൽഗുവും ലിറ്റിലും ഇരുന്ന് സംസാരിച്ചു. 20 കൊല്ലം മുമ്പ് അവിടം വിട്ട് പോയതാണല്ലോ ലിറ്റിൽ. അതിന്റെ കാര്യങ്ങളൊക്കെയായിരുന്നു സംസാരിച്ചു തുടങ്ങിയത്. അന്നത്തെ പ്രശ്നത്തിന് ശേഷം നിന്റെ അമ്മ നിന്നെ കൊണ്ടുപോയതിൽ ഒന്നും പറയാൻ പറ്റില്ലടാ എന്നായിരുന്നു ആശാൻ പറഞ്ഞത്. തന്റെ കൂട്ടുകാരെവിടെയെന്ന് ലിറ്റിൽ ആശാനോട് ചോദിച്ചു. ആശാൻ പറഞ്ഞു, സാവി ഇപ്പോ മറൈൻ ഡ്രൈവിലുണ്ടാവൂടാ, അവിടെ സാഗര റാണി ബോട്ടില് അവിടെ ഉണ്ടാവും അവൻ. വെട്രിയുടെ കാര്യം ചോദിച്ചപ്പോഴാകട്ടെ ആശാൻ ഒന്ന് പതുങ്ങി. എന്തോ പ്രശ്നമുണ്ടെന്ന് ലിറ്റിലിന് തോന്നി. വീണ്ടും അവൻ എടുത്തു ചോദിച്ചു. ഒടുവിൽ അല്പം പതിയാണെങ്കിലും ആശാൻ പറഞ്ഞു, വെട്രി ഇപ്പോൾ ജയിലിലാണ്. ഒരു സ്മഗ്ലിംഗ് കേസുമായി ബന്ധപ്പെട്ട് വെട്രി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോ 5-8 കൊല്ലമായി. അങ്ങനെ ലിറ്റിൽ അവിടെ നിന്ന് സാവിയെ കാണാൻ മറൈൻ ഡ്രൈവിലേക്ക് പുറപ്പെട്ടു. അവിടെ സാഗര റാണി എന്ന പേരുള്ള ബോട്ടിലെ ജീവനക്കാരനാണ് സാവി. പക്ഷേ അപ്പോ ഒരു സംഭവം നടന്നു. കുട്ടികൾ ബോട്ടിലേക്ക് ഓടിക്കയറുന്നതിനിടയിൽ ഒരു കുട്ടി ഒരു ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 ബോട്ടുകൾ തമ്മിൽ അകന്നു. 2 ബോട്ടുകൾക്കിടയിലായി ആ കുട്ടി പെട്ടുപോയി. കാല് കുറച്ചുകൂടി അകന്ന അവൻ കടലിൽ വീഴും. ആ കുട്ടിയുടെ മാതാപിതാക്കളും ജനങ്ങളും ഭയത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടുനിന്ന സാവി ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന വെട്രിയുടെ മകൾ റോസമ്മ സാവിയെ ഉറക്ക വിളിച്ചു. സാവി അങ്ങോട്ടേക്ക് വന്ന് ആ കുട്ടിയെ ഒറ്റ കൈകൊണ്ട് കടലിലേക്ക് വീഴാതെ പിടിച്ചുയർത്തി അവനെ സുരക്ഷിതനാക്കി. ഒരു ഹീറോയിക് ആക്ട്. എല്ലാവർക്കും അത് കണ്ടൊരു സന്തോഷം തോന്നിയിരുന്നു. ലിറ്റിലും അത് നോക്കിക്കണ്ടു. സാവി റോസമ്മയുടെ അടുത്തെത്തിയപ്പോ റോസമ്മ സാവിയുടെ കവളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. ഒരു നക്ഷത്ര സ്റ്റിക്കർ. റോസമ്മയ്ക്ക് ഇഷ്ടമുള്ളവരോട് റോസമ്മ അങ്ങനെ പെരുമാറാറുണ്ട്. ലിറ്റിലും മാറി നിന്ന് സാവിയെയും റോസമ്മയെയും നോക്കിക്കൊണ്ടിരുന്നു. പഴയ ഓർമ്മകൾ അവന്റെ ഉള്ളിലൂടെ ഒഴുകി വന്നു. അങ്ങനെ സാവിയെ പിന്തുടർന്ന് സാവിയുടെ വീടിന് മുമ്പിലേക്കും ലിറ്റിൽ എത്തിച്ചേർന്നു. പക്ഷെ തന്നെ പിന്തുടരുന്ന ലിറ്റിലിനെ സാവി ശ്രദ്ധിച്ചിരുന്നു. പരിചയമില്ലാത്ത ഒരുത്തൻ പിന്തുടരുന്നു. ഒരു ഘട്ടത്തിൽ സാവി ലിറ്റിലിനെ പിടിച്ചു അടിക്കാനോങ്ങി. അപ്പോഴാണ് ലിറ്റിൽ അത് പറഞ്ഞത്. വാൾട്ടറുടെ പിള്ളേരെ തൊടാൻ ഒറ്റൊരുത്തനും വളർന്നിട്ടില്ലടാ. അത് കേട്ടതും സാവി കൈയെടുത്തു. ശ്വാസം മുട്ടിയിരുന്ന ലിറ്റിൽ തന്റെ ഇൻഹേലർ എടുത്തു വലിച്ചു. അത് കണ്ടതും അത് ലിറ്റിലാണെന്ന് സാവിക്ക് മനസ്സിലായി. സന്തോഷത്തോടെ അവനെയും കെട്ടിപ്പിടിച്ച് സാവി തുള്ളിച്ചാടി. റോസമ്മയും അത് നോക്കിക്കണ്ടിരുന്നു. ലിറ്റിലും സാവിയും പിന്നാലെ വീട്ടിലേക്ക് കയറി. പഴയ വളർത്തുപക്ഷി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ലിറ്റിൽ അതിനെ നോക്കിക്കണ്ടു. വീട് ചുറ്റിക്കാണുമ്പോ വീട്ടിൽ ഒരിടത്ത് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ട്. ജാസ്മിന്റെ ഫോട്ടോ, റോസമ്മയുടെ അമ്മയുടെ ഫോട്ടോ. സാവി അതെടുത്തു പറഞ്ഞു കൊടുത്തു. അധികം വൈകാതെ സാഗര റാണി എന്ന ആ ബോട്ട് അവരുടെ കൈവിട്ടുപോയി. സാവിയോക്കും സാവിയോടെ പരിചയക്കാരൻ കുഞ്ഞപ്പനും ബോട്ടിലെ ജോലിയും നഷ്ടപ്പെട്ടു. എന്തെങ്കിലും സെറ്റാക്കാൻ പറ്റും എന്ന മട്ടിൽ സാവിയോ കുഞ്ഞപ്പനോട് പറഞ്ഞു. വീട്ടിലെത്തി ഇനി എന്ത് ചെയ്യണമെന്ന് സാവിയോ ആലോചിച്ചു. സജഷൻസ് പറയാൻ ലിറ്റിലും കൂടെ കൂടി. കുലുക്കി സർബത്തും തട്ടുകടയും അങ്ങനെ പലതും ആലോചിച്ച് അതൊന്നും നടക്കില്ലെന്ന മട്ടിൽ അവരിരുന്നപ്പോ ലിറ്റില് താൻ കൊണ്ടുവന്ന ഒരു ആശയം സാവിയോയോട് പറഞ്ഞു. കൊച്ചിയിൽ ഒരു ഫൈറ്റ് ക്ലബ്ബ് ആരംഭിക്കുക, ഒരു ഫൈറ്റ് നൈറ്റ് നടത്തുക. ടിവിയിൽ WWE വെച്ചുകൊണ്ടായിരുന്നു ലിറ്റിൽ അത് പറയാൻ ശ്രമിച്ചത്. ലിറ്റിലും റോസമ്മയും കൂടി റിമോട്ടിനായി ഇടികൂടുന്നത് കണ്ട് അവിടെ നിന്ന് മാറാൻ തുടങ്ങിയ സാവിയോ ഒരു ബോക്സ് തട്ടി താഴെയിട്ടു. പഴയ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു ബോക്സ്. അതിനുള്ളിൽ കുട്ടിക്കാലത്ത് അവർ ഉണ്ടാക്കിയിരുന്ന WWEയിലെ ബെൽറ്റ് പോലൊന്ന് സാവിയോ എടുത്തുപൊക്കി. അങ്ങനെ ആ ആശയം രൂപപ്പെട്ടു. അവർ കോസ്റ്റ്യൂം റെസ്ലിംഗ് ആരംഭിക്കാൻ പോകുന്നു. അടുത്ത ദിവസം വീട്ടിലവർ തയ്യാറായി നിൽക്കെ അങ്ങോട്ടേക്ക് സുപ്രജാമ കടന്നു വന്നു. സുപ്രന്റെ അമ്മയാണ് സുപ്രജാമ. ലിറ്റിലിന്റെ മമ്മി പോയപ്പോ വെട്രിയെയും സാവിയോയെയും ആക്കിയത് ഈ സുപ്രജാമയുടെ അടുത്തായിരുന്നു. പായസമൊക്കെയായിട്ടാണ് സുപ്രജാമയുടെ വരവ്. അന്ന് സുപ്രജാമയുടെ മകൻ സുബ്രഹ്മണ്യത്തിന്റെ ബർത്ത്ഡേ ആണ്. പായസമൊക്കെയായിട്ടായിരുന്നു അവർ വന്നത്. സുബ്രഹ്മണ്യത്തിനെ സുപ്രൻ എന്നാണ് വിളിച്ചിരുന്നത്. വന്നതിന് ശേഷം സുപ്രനെ കണ്ടില്ലല്ലോ എന്ന മട്ടിൽ ലിറ്റിൽ പറഞ്ഞതും സാവിയ വേഗം അതിനിടയ്ക്ക് കയറി. അവൻ പുറത്ത് ജോലിക്ക് പോയിരിക്കുവാണെന്നും ഫോണൊന്നും വിളിച്ചപ്പോ കിട്ടില്ല എന്ന മട്ടിലും സാവിയോ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ അവൻ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ അവനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് പറഞ്ഞേരെ എന്ന മട്ടിൽ സുപ്രജാമ സാവിയോയോട് പറയുന്നുമുണ്ട്. ഞങ്ങളൊക്കെ ചേർന്ന് പുതിയൊരു പരിപാടി തുടങ്ങാൻ പോകുക എന്നായിരുന്നു സാവിയോ സുപ്രജാമയോട് പറഞ്ഞത്. അവർ അവിടെ നിന്നിറങ്ങി സബ് ജയിലിന്റെ മുമ്പിൽ പോയി കാത്തു നിൽക്കാൻ തുടങ്ങി. ഇവിടെ എന്താന്ന മട്ടിൽ ലിറ്റിൽ ചോദിച്ചതും നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ മച്ചാന്മാര് പുറത്ത് പണിക്ക് പോയിരിക്കുവാണെന്ന്. അവര് പണിക്ക് പോയിരിക്കുന്ന ഇടം ഇതാ എന്നായിരുന്നു സാവിയോയുടെ മറുപടി. എന്ത് കേസാടാ? അതൊരു ചെറിയ ചീള് കേസാടാ, സാവിയോ കൂട്ടിച്ചേർത്തു. അധികം വൈകാതെ അവര് മോചിതരാവുകയായിരുന്നു. പുറത്തേക്ക് വരുന്ന കൂട്ടുകാരെ സാവിയോയും ലിറ്റിലും നോക്കി നിന്നു. ലിറ്റിൽ സാവിയോയോട് പറഞ്ഞു, നീ അവരെ നമ്മുടെ രീതിയിലൊന്ന് നോക്കിക്കേ. ചെവിയിലെ മ്യൂസിക്കും വെച്ച് സാവിയോ അവരെ നോക്കി. ഗുസ്തി കോസ്റ്റ്യൂംസും ധരിച്ച് കിടലനായി നടന്നു വരുന്ന അവർ ഓരോരുത്തരായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആദ്യത്തേത് സുപ്രൻ എന്ന സുബ്രഹ്മണ്യം. തടിച്ച പ്രകൃതമുള്ള എന്നാലോ ശുദ്ധ മനസ്സുള്ള ഒരു പാവത്താൻ. അടുത്തയാൾ ഡിയാസ്. പണ്ട് സിനിമയില് സ്റ്റെൻമാൻ ആണെന്നാണ് പറഞ്ഞിരുന്നത്. പ്രധാനമായിട്ടും പെണ്ണുങ്ങളോട്
ഫ്ലേട്ട് ചെയ്യലാണ് പണി. അടുത്തത് വർക്കി, ഫാഷൻ ഡിസൈനറാണെന്നാണ് അവന്റെ ചിന്ത. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ആളൊരു ടൈലർ ഷോപ്പിൽ അസിസ്റ്റന്റ് ആണ്. ഒടുവിലായി അഷ്കർ, ആരെയും പേടിയില്ലാത്ത ഒരുത്തൻ. എന്തായാലും അവരെയും കൂട്ടി കോസ്റ്റ്യൂം റെസ്ലിംഗ് പരിപാടി ആരംഭിക്കാൻ ലിറ്റിലും സാവിയോയും പദ്ധതിയിട്ടു. അവരെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് അവരുമായി സംഗതി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അവരുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടി, ഫുഡ് ഡെലിവറി ജോലി ചെയ്യുന്ന കുരുവിയും വന്നെത്തി. പക്ഷേ കോസ്റ്റ്യൂം റെസ്ലിംഗ് ഒന്നും വർക്കാവില്ല എന്നായിരുന്നു വർക്കിയുടെയും മറ്റും അഭിപ്രായം. ഡിയാസ് മാത്രമായിരുന്നു ഇത് വർക്കാവുമെന്ന് പറഞ്ഞത്. അല്ലേലെ നാട്ടില് കോമാളികളെന്ന മട്ടിലും ഗുണ്ടകളെന്ന മട്ടിലുമാണ് തങ്ങളെ കാണുന്നതെന്നും ഇതൊന്നും ശരിയാവില്ലെന്നും പറഞ്ഞ് അവർ പോവാൻ തുടങ്ങി. പരിപാടി കാണാനൊന്നും ഒരു മനുഷ്യനുണ്ടാവില്ല എന്നായിരുന്നു സുപ്രനും മറ്റും പറഞ്ഞത്. അവര് പോകുന്നത് കണ്ട് പണിപാളി എന്ന് പറഞ്ഞ് ലിറ്റിൽ നിന്നപ്പോ സാവി പറഞ്ഞു, അങ്ങനെ പണിപാളാൻ സമ്മതിക്കുന്നില്ല, ആൾക്കാര് കാണാനുണ്ടാവില്ലെന്നല്ലേ അവര് പറഞ്ഞത്, ഞാൻ കാണിച്ചു കൊടുക്കാം ആളുണ്ടാവോ ഇല്ലയോന്ന്. അതും പറഞ്ഞ് സാവി ഓടിച്ചെന്നു സുപ്രനെ ഇടിച്ചു തെറിപ്പിച്ചു. സുപ്രൻ അതോടെ എഴുന്നേറ്റ് സാവിയെ തല്ലാൻ ആരംഭിച്ചു. പരസ്പരമുള്ള ഒരു ഏറ്റുമുട്ടൽ. ചുറ്റും ആളുകൾ തടിച്ചുകൂടി. ആളുകൾ കൈയടിക്കാനും കൂക്കി വിളിക്കാനും ആർപ്പ് വിളിക്കാനും ഒക്കെ ആരംഭിച്ചു. ഇതൊക്കെ കണ്ടതും അഷ്കറും വർക്കിയും സുപ്രനും എല്ലാവരും തന്നെ വല്ലാതെ ആവേശത്തിലായി. വർക്കിക്ക് ഒരു പ്രേമമുണ്ടായിരുന്നു. അങ്കൂർലത എന്ന പേരിൽ ബ്യൂട്ടി പാർലറിൽ ജോലി നോക്കുന്ന ഒരു പെൺകുട്ടിയുമായി. ഡിയാസിനെയും കൊണ്ടായിരുന്നു അങ്കൂർലതയെ കാണാൻ അന്ന് വർക്കി പോയത്. താൻ റെസ്ലറാവാൻ പോവുകയാണ് എന്ന മട്ടിലൊക്കെ വർക്കി തള്ളി. നിങ്ങൾക്ക് മസിലുണ്ടോ എന്ന് അവൾ ചോദിച്ചപ്പോ വർക്കി തന്റെ മസിൽ കാണിച്ചു. കാര്യമായ മസിലൊന്നും വർക്കിക്കുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നിൽ നിന്ന് ഡിയാസ് തന്റെ കൈ ചെറുതായൊന്ന് ഉയർത്തിയപ്പോഴേക്കും അവന്റെ കയ്യിലെ മസില് ആവേശത്തോടെ അങ്കൂർലതയൊന്ന് നോക്കുന്നുമുണ്ട്. മറുവശത്ത് അഷ്കറാകട്ടെ തന്റെ ഭാര്യ ഉമ്മയ്ക്കെടുക്കൽ പെർമിഷൻ വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു. ഉമ്മ ഒരു സ്കൂളിലെ PT ടീച്ചറാണ്. സംഭവം കേട്ടതും ഉമ്മ ആദ്യം അഷ്കറിനോട് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. എന്തായാലും സുപ്രജാമയുടെയും വർക്കിയുടെ അപ്പന്റെയും അനുവാദം കൂടി അവരങ്ങ് വാങ്ങിയെടുത്തു. പിന്നെ അവർ നേരെ പോയത് മേയർ ശിവനെ കാണാനായിരുന്നു. മേയർ ശിവന്റെ അടുക്കൽ അപ്പോൾ ജിൻസൺ എന്നും ജോൺസൺ എന്നും പേരുള്ള രണ്ടുപേർ ഇരിക്കുന്നുണ്ട്. ചെറിയ ബിസിനസ്സും ഗുണ്ടാപ്പണിയും ഒക്കെയുള്ള രണ്ടുപേരാണ് അവർ. നിങ്ങൾ പറഞ്ഞ പരിപാടിയൊന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങള് എന്താണെന്ന് വെച്ച് അങ്ങ് ചെയ്യടാ എന്ന മട്ടിൽ ശിവൻ സാവിയോക്കും ലിറ്റിലിനും അനുവാദം കൊടുത്തു. അവർ അവിടുന്ന് പോകുമ്പോ ജിൻസൺ വല്ലാത്ത രീതിയിൽ സാവിയോയെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. ജിൻസനും ജോൺസനും സാവിയോയോടും വെട്രിയോടും വലിയൊരു ദേഷ്യം തന്നെയുണ്ട്. അതിന്റെ കാരണം എന്തെന്നാൽ റോസമ്മയുടെ അമ്മ ജാസ്മിൻ അവരുടെ പെങ്ങളായിരുന്നു. വെട്രി അവളെ പ്രേമിച്ചു കെട്ടിയതാണ്. അവർക്കതിൽ തീർത്തും യോജിപ്പുണ്ടായിരുന്നില്ല. വെട്രി പുറത്തിറങ്ങുമ്പോ തങ്ങൾ അവനെ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞ രോഷം കൊണ്ട് ജിൻസനെ മേയർ ശിവൻ ഒന്ന് ആശ്വസിപ്പിച്ചിരുത്തി. ലിറ്റിലും സാവിയോയും പിന്നാലെ ഫാൽഗുആശാനെ കാണാനെത്തി. കാര്യങ്ങൾ ഫാൽഗുആശാനോട് അവർ സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് ചെറിയാൻ കടന്നു വന്നു. മാണിയുടെ മകൻ ചെറിയാൻ. മാണിയുടെ പേരിൽ ചെറിയാൻ എല്ലാ വർഷവും അവിടെ ഒരു ബോഡി ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. 4 ഘടാഘടിയന്മാരെ ആശാനായി നിന്ന് പരിശീലിപ്പിക്കുന്നതും ബോഡി ബിൽഡിങ്ങിന് സഹായിക്കുന്നതുമൊക്കെ ചെറിയാനാണ്. അവരെ വെച്ച് ഷോ നടത്തി പൈസ ഉണ്ടാക്കുന്നതും ചെറിയാന്റെ ഒരു പരിപാടിയായിരുന്നു. മൈറ്റി മാണി ബോഡി ഷോ എന്ന പേരിൽ 6ാം കൊല്ലവും തുടർന്ന് നടത്താൻ പോകുന്ന ബോഡി ഷോയിലേക്ക് ഫാൽഗുആശാനെ വിളിക്കാനും മറ്റുമായിട്ടായിരുന്നു അവന്റെ വരവ്. കൂട്ടത്തിൽ സാവിയുടെ മുമ്പിൽ ഒന്ന് ആളാവാനും. പിന്നാലെ അവർ പരിപാടി ഓണാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സംഭവം തുടങ്ങാൻ ലൊക്കേഷൻ തേടി അവർ ഒടുവിൽ എത്തിച്ചേർന്നത് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന പഴയ കൊച്ചി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അങ്ങോട്ടേക്കുള്ള വഴിയിൽ അഷ്കറുമായി ലിറ്റിൽ സംസാരിച്ചു. വന്നതിനു ശേഷം ലിറ്റിൽ വെട്രിയെ കണ്ടിട്ടേയില്ല. വെട്രി ആരെയും ജയിലിൽ വന്നു കാണാൻ അനുവദിക്കാറുമില്ല. ശരിക്കും എന്താ നടന്നതെന്ന് പോലും തനിക്കറിയില്ല എന്ന മട്ടിൽ ലിറ്റിൽ പറഞ്ഞപ്പോ അഷ്കർ നടന്ന കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. വെട്രി ഒരു കാലത്ത് ചെറിയാന്റെയും സംഘത്തിന്റെയും കൂടെയായിരുന്നു. ചെറിയ കൊട്ടേഷൻ പരിപാടികളൊക്കെയായിട്ട്. അതിനിടയിലാണ് വെട്രി ജാസ്മിനുമായി അടുപ്പത്തിലാവുന്നതും അവളെ ചാടിച്ചുകൊണ്ടുപോരുന്നതും. എന്തോ ഒരു സ്മഗ്ലിംഗ് ഡീൽ നടക്കുന്നതിനിടയിലാണ് SI ഗ്ലാഡ്വിൻ വെട്രിയെ പിടികൂടുന്നത്. ഉള്ളതുമില്ലാത്തതായുള്ള കേസൊക്കെ തലയിൽ കെട്ടിവെച്ച് വെട്രി അയാൾ ജയിലിലാക്കി. ഏറെക്കുറെ അതേ സമയത്തോടെയായിരുന്നു പ്രസവത്തോടെ ജാസ്മിൻ മരണപ്പെടുന്നതും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ലിറ്റിൽ അറിഞ്ഞു. മുമ്പോട്ടേക്ക് നടന്നിയവർ ആ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഒഴിഞ്ഞുകിടന്ന ഒരു കെട്ടിടത്തിലേക്ക് എത്തി. അവിടെ അവരുടെ ഫൈറ്റിംഗ് അറീന സെറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. വൈകാതെ അതിനുള്ള പണിയും തുടങ്ങി. എല്ലാവരും ഒത്തുപിടിച്ചുള്ള ഒരു ശ്രമമായിരുന്നു അത്. ഇടമൊക്കെ ക്ലീൻ ചെയ്ത് പഴയ സാധനങ്ങൾ കൊണ്ട് അത്യാവശ്യം വേണ്ട റിങ്ങൊക്കെ അവർ സെറ്റ് ചെയ്തു. പിന്നീട് റെസ്ലിംഗ് പരിശീലനവും തുടങ്ങി. മികച്ച രീതിയിൽ ഓരോ കാര്യങ്ങളും മുമ്പോട്ടേക്ക് പോയി. വർക്കി വെച്ച് കോസ്റ്റ്യൂം റെസ്ലിംഗിന് വേണ്ട കോസ്റ്റ്യൂമും അവർ അടുപ്പിച്ചു. മറുവശത്ത് സുപ്രജാമയാകട്ടെ അവർ ചെയ്യുന്ന പരിപാടിക്ക് എന്തെങ്കിലും ഉപകാരമാകട്ടെ എന്ന് ചിന്തിച്ച് കുറച്ച് പണവും കൊടുത്തു. അങ്ങനെ ഒടുവിൽ എല്ലാം സെറ്റ് ചെയ്യപ്പെട്ടു. ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ്
എന്ന പേരിൽ അവർ നോട്ടീസും വിതരണം ചെയ്തു തുടങ്ങി. സംഭവം ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ചെറിയാനും സംഘത്തിനും അതൊക്കെ കണ്ട് വെറും പുച്ഛമായിരുന്നു. എല്ലാം സെറ്റായി ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ് ആരംഭിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു സംഭവം നടന്നത്. ഒരു ദിവസം ലിറ്റിൽ വീട്ടിലേക്ക് എത്തുമ്പോ സാവ്യ വല്ലാതെ പാനിക്കായി ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് പുറപ്പെട്ടു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ലിറ്റിൽ ചെന്ന് കാര്യം അന്വേഷിച്ചു. ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കിയില്ലെങ്കിലും ഒടുവിൽ അവൻ കാര്യം പറഞ്ഞു. വെട്രി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് നല്ല കാര്യമല്ലേ എന്ന മട്ടിലായിരുന്നു ലിറ്റിൽ ചോദിച്ചത്. പിന്നെയാണ് സാവി ഞെട്ടിക്കുന്ന ആ കാര്യം പറയുന്നത്. വെട്രിയും ചെറിയാനും തമ്മിലുള്ള ഇടപാടുകള് കുറച്ച് ഓവറായിരുന്നു. ജാസ്മിൻ ഗർഭിണിയായിരുന്ന സമയത്ത് വെട്രി അങ്ങോട്ടേക്ക് തിരിഞ്ഞുപോലും നോക്കാറുണ്ടായിരുന്നില്ല. ജാസ്മിൻ സാവിയോയെ വിളിച്ച് വെട്രി വീട്ടിൽ പോലും കയറുന്നില്ലെന്ന് പറഞ്ഞപ്പോ സാവിയോ ചെറിയാനെ പൂട്ടാൻ തീരുമാനിച്ചു. സാവിയോ ഹാർബറിലെ അവരുടെ ഒളിസങ്കേതത്തിൽ ചെറിയാനെ പൂട്ടിയിട്ടു. പിന്നാലെ മേയർ ശിവനെ വിളിച്ച് അങ്ങോട്ടേക്ക് പോലീസിനെ വിടണമെന്ന് പറഞ്ഞു. കെട്ടിടത്തിന്റെ പുറത്ത് സാവിയോ കാത്തുനിന്നു. പക്ഷേ ഡോറ് തകർത്ത് അവൻ പുറത്തു ചാടി ഓടാൻ തുടങ്ങി. സാവിയോ ഒരു തുണിയിട്ട് അവനെ വട്ടം പിടിച്ച് അവൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തി. പിന്നാലെ ചവിട്ടിത്തെറിപ്പിച്ച്. ഈ സമയത്ത് അവന്റെ വാച്ച് സാവിയോയുടെ കയ്യിൽപ്പെട്ടിരുന്നു. പോലീസ് ജീപ്പിന്റെ മുമ്പിലേക്കാണ് അവൻ തെറിച്ചു വീണത്. പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. സാവി അവിടുന്ന് തെറിച്ചു വീണു. താഴെ കുരുണ്ടു വീണ് ഒരിടത്തിരുന്നപ്പോ അവൻ എഴുന്നേറ്റു. അപ്പോഴാണ് കയ്യിലെ വാച്ച് അവൻ ശ്രദ്ധിക്കുന്നത്. ആ വാച്ച് വാൾട്ടറുടെ വാച്ചായിരുന്നു. വെട്രി എപ്പോഴും കയ്യിൽ കെട്ടിയിരുന്ന വാച്ച് താൻ അടിച്ചതും പോലീസിന് പിടിച്ചുകൊടുത്തതും തന്റെ സഹോദരൻ വെട്രിയാണെന്ന് ഞെട്ടലോടെ സാവിയോ തിരിച്ചറിഞ്ഞു. ഒരബദ്ധം പറ്റിയിരിക്കുന്നു. ചെറിയാന് വെച്ച കെണിയിൽ വന്നു വീണത് വെട്രിയാണ്. നിലവിലിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോ സാവിയോക്ക് ഭയമാണ്. വെട്രി ജയിലിലാവാൻ കാരണം അവനാണല്ലോ. അതുകൊണ്ടാണ് ജാസ്മിൻ മരണപ്പെട്ടപ്പോ ജാസ്മിനെ കാണാൻ പോലും അവന് പറ്റാതിരുന്നതും. അവനെ ഇറക്കാൻ ശിവൻചേട്ടനും സാവിയോയും കൂടി ഒരുപാട് നോക്കി. ഒന്നും നടന്നില്ല. ജയിലിൽ പോയപ്പോ വെട്രി സാവിയോയെ ഒരു നോട്ടം നോക്കിയിരുന്നു. അതൊക്കെ ഓർത്താണ് അവൻ ഭയപ്പെടുന്നത്. ലിറ്റിലൊക്കെ കേട്ട് സാവിയോയെ സമാധാനിപ്പിച്ചു. ജാസ്മിന് വേണ്ടിയല്ലേ നീ ഇത് ചെയ്തത്? എല്ലാ കാര്യത്തിനും നീ അവന്റെ കൂടെ നിന്നിട്ടില്ലേ? ഈ വിഷയത്തിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്, ലിറ്റിൽ പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു മൈറ്റി മാണി ബോഡി ഷോ ഒരു വശത്ത് നടക്കാനിരുന്നത്. മറുവശത്ത് ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ്. ആദ്യത്തെ നൈറ്റിലെ കാളെ കൂട്ടാൻ അവരൊരു കാര്യം സെറ്റ് ചെയ്തു. വരുന്നവർക്ക് ഫ്രീ ബിയർ കൊടുക്കുക. മൈറ്റി മാണി ബോഡി ഷോ കാണാൻ വേണ്ടി ഫോർട്ട് കൊച്ചിയിലെ കുറെ യുവജനങ്ങളടക്കം എത്തിയിരുന്നു. ചെറിയാൻ ബോഡി ഷോ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് ഒരുത്തം വന്ന് ഫൈറ്റ് നൈറ്റിന്റെ കാര്യവും ഫ്രീ ബിയറിന്റെ കാര്യവും പറയുന്നത്. അതോടെ അവിടെയുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ചെറിയാന്റെ ഷോ പൊളിഞ്ഞു. അപ്പന്റെ അന്തസ്സിന് വേണ്ടിയാണ് താൻ ഈ ഷോ നടത്തുന്നത് എന്നെപ്പോഴും ചെറിയാൻ പറയുമായിരുന്നു. പക്ഷെ ചെറിയാന്റെ അപ്പൻ മാണിക്ക് ഇതിലൊക്കെ വലിയ പുച്ഛം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അയാളൊന്ന് ചിരിക്കുക പോലും ചെയ്തിരുന്നില്ല. അതുകൂടിയായപ്പോ ചെറിയാന് വലിയ കലിപ്പ് തന്നെ തോന്നി. ജനങ്ങൾ പവർ ഹൗസ് എന്ന് പേരിട്ടിരിക്കുന്ന ആ ഫൈറ്റ് ക്ലബിലേക്ക് എത്തിച്ചേർന്നു. അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് അറീനയടക്കം എല്ലാം സെറ്റാക്കപ്പെട്ടിരുന്നു. വൈകാതെ അനൗൺസറായി അങ്ങോട്ടേക്ക് കുഞ്ഞപ്പൻ തന്നെ കടന്നു വന്നു. ആദ്യത്തെ ഫൈറ്റും അനൗൺസ് ചെയ്തു. സുപ്രനെ കടൽക്കൊമ്പൻ എന്ന പേരിലായിരുന്നു റിങ്ങിലേക്ക് കുഞ്ഞപ്പൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിളിച്ചത്. കടൽക്കൊമ്പനെതിരെ ഫൈറ്റ് ചെയ്യാനെത്തിയതാകട്ടെ കുരുവിയും. കുരുവിക്കുമുണ്ടായിരുന്നു ഒരു റിംഗ് നെയിം, നെയ്ട്രോ കിളി. വൈകാതെ ഫൈറ്റ് ആരംഭിച്ചു. നല്ല തടിയും ആരോഗ്യവുമുള്ള സുപ്രനും ചെറിയൊരു പെൺകുട്ടിയായ കുരുവിയും തമ്മിലുള്ള ഫൈറ്റ് കാണികൾ കൗതുകത്തോടെ നോക്കിക്കാണാൻ തുടങ്ങി. WWE അനുസ്മരിപ്പിക്കും വിധം പ്രാക്ടീസ് ചെയ്ത ഫൈറ്റായിരുന്നു അവർ അവിടെ പ്രകടമാക്കിയത്. മികച്ച രീതിയിൽ രണ്ടാളും പെർഫോം ചെയ്തു. ജനങ്ങൾ ഓരോ ഘട്ടത്തിലും ആവേശത്തിലാണ്ടു. ഫൈറ്റിംഗ് അറീനയിൽ റഫറിയായി എത്തിയതാകട്ടെ അഷ്കറിന്റെ ഭാര്യ ഉമയായിരുന്നു. ആദ്യം എതിർത്തുവെങ്കിലും ഉമയും ഇപ്പോൾ അവരുടെ കൂടെ തന്നെയുണ്ട്. അവരുടെ മികച്ച പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അഷ്കറിന് ഒരു മെസ്സേജ് വരുന്നത്. സംഭവം എന്തെന്നാൽ ഡിയാസ് വർക്കിയുടെ കാമുകിയായ ഹിന്ദിക്കാരിയുമായി കടന്നു കളഞ്ഞിരുന്നു. ഡിയാസും സാവിയോയും തമ്മിലായിരുന്നു ഫൈറ്റ് സെറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ സാവിയോക്കൊരു എതിരാളിയില്ല. പരിപാടി പൊളിഞ്ഞാൽ ആകെ കുളമാകും. അഷ്കർ ആകെ കുറച്ച് വല്ലാതായി. മറുവശത്ത് തന്റെ കാമുകി ഡിയാസിനൊപ്പം ഒളിച്ചോടിയെന്നറിഞ്ഞതും വർക്കിയുമാകെ തകർന്നിരുന്നു. കോസ്റ്റ്യൂം പോലും ഇടാതെയാണ് അവനിരിക്കുന്നത്. അടുത്ത ഫൈറ്റ് വർക്കിയുടേതും അഷ്കറിന്റേതുമാണ്. പശ്ചാത്തലത്തിൽ ഈ പ്രശ്നങ്ങൾ അരങ്ങേറുന്നതിനിടയിൽ വേദിയിലെ ഫൈറ്റ് അവസാനിച്ചു. നെയ്ട്രോ കിളി കടൽക്കൊമ്പനെ പരാജയപ്പെടുത്തി. അതും മികച്ച നീക്കങ്ങളിലൂടെ. ജനങ്ങൾ അടുത്ത ഫൈറ്റിനായി ആവേശത്തോടെ കാത്തിരുന്നു. കുഞ്ഞപ്പൻ അനൗൺസ്മെന്റും മുഴക്കി. മൊത്തത്തിൽ പ്രശ്നത്തിലുള്ള ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് അഷ്കർ കോസ്റ്റ്യൂമിട്ട് നേരെ റിങ്ങിലേക്ക് എത്തി. കോസ്റ്റ്യൂം റൂമിലാകട്ടെ വർക്കിയെ സമാധാനിപ്പിക്കാനും റിങ്ങിലേക്ക് പറഞ്ഞുവിടാനും ലിറ്റിലും മറ്റുള്ളവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാങ്കോ സുൽത്താൻ എന്നായിരുന്നു അഷ്കറിന്റെ റിംഗ് നെയിം. വിഷമിച്ചിരുന്ന വർക്കി കോസ്റ്റ്യൂം പോലും ധരിക്കാൻ പറ്റാതിരിക്കുകയാണ്. അപ്പോഴാണ് ലിറ്റിൽ അതിനൊരു ഐഡിയ കണ്ടത്. അവിടെ ഉണ്ടായിരുന്ന ഭസ്മം എടുത്ത് വർക്കിയുടെ ദേഹമാസകലം പൂശി. വർക്കി ആ ഭസ്മം ധരിച്ച് ഒടുവിൽ റിങ്ങിലേക്ക് ഓടിക്കയറി. ഭസ്മാസുരൻ എന്ന പേരിൽ റിംഗ് നെയിമോടുകൂടി വർക്കി അവിടെ അവതരിപ്പിക്കപ്പെട്ടു. റിങ്ങിൽ അഷ്കറും വർക്കിയും തമ്മിൽ പ്ലാൻ ചെയ്ത പോലെ ഏറ്റുമുട്ടാൻ തുടങ്ങി. പക്ഷേ കാമുകി പോയതിന്റെ ദുഃഖത്തിൽ വർക്കി മര്യാദ
വേണ്ടതൊക്കെ പെർഫോം ചെയ്യുന്നില്ല. ഒരു ഘട്ടത്തിൽ അഷ്കറിനെ താഴെയിട്ട് വർക്കി റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോവുക പോലും ചെയ്തു. പരിപാടി കുളമാവുകയാണ് എന്ന മട്ടിൽ എല്ലാം നിന്ന സമയം അപ്പോഴാണ് അടുത്ത ഫൈറ്റിന്റെ അനൗൺസ്മെന്റ് മുഴങ്ങിയത്. ഗ്രാൻഡ് കൊച്ചി ചാമ്പ്യൻഷിപ്പ് കുഞ്ഞപ്പൻ അനൗൺസ് ചെയ്തു. ജനങ്ങൾ ഒന്നു നിന്നു. ഫൈറ്റിംഗ് അറീനയിലേക്ക് അടുത്ത ഫൈറ്റർ എത്തി. മികച്ച കോസ്റ്റ്യൂമും ധരിച്ച് അങ്ങോട്ടേക്ക് തൂങ്ങിയെത്തിയത് സാവിയോ ആയിരുന്നു. ലോക്കോലോബോ എന്നായിരുന്നു സാവിയോയുടെ റിംഗ് നെയിം. പക്ഷേ ഓപ്പോസിറ്റ് ഇറങ്ങാനുള്ള ഡിയാസ് ഇല്ല. ജനങ്ങൾ ഫൈറ്റ് കാണാൻ ആവേശത്തിൽ നിൽക്കുകയാണ്. എന്തു ചെയ്യുമെന്ന് ബാക്കിയുള്ളവർ ചിന്തിച്ചു നിൽക്കെ ഒരാൾ അങ്ങോട്ടേക്ക് ചാടിക്കയറി വന്നു. അത് ലിറ്റിലായിരുന്നു. ശ്വാസം മുട്ടിലുള്ള ലിറ്റിൽ എങ്ങനെ ഫൈറ്റ് ചെയ്യും? അതായിരുന്നു സാവിയുടെ സംശയം. അവർ ഫൈറ്റൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടുമില്ല. തൂഫാൻ എന്ന പേരിൽ ലിറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഫൈറ്റ് ആരംഭിച്ച ഘട്ടത്തിൽ സാവിക്കെടുക്കൽ ലിറ്റിലെ കാര്യം പറഞ്ഞു. എന്തു ചെയ്യുമെന്ന് എല്ലാവരും പരിഭ്രാന്തരായ സമയം ഒടുവിൽ അവരൊരു തീരുമാനത്തിലെത്തി. കുട്ടിക്കാലത്തെ അവരുടെ കട്ടിൽ ഫൈറ്റ് അത് വീണ്ടും അവർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒട്ടും മടിച്ചില്ല. രണ്ടുപേരും തയ്യാറെടുത്തു. പിന്നീട് അവിടെ നടന്നത് മികച്ച ഒരു റെസ്ലിംഗ് ആക്ട് ആയിരുന്നു. കാണികളെ ഹരം കൊള്ളിക്കുന്ന നീക്കങ്ങൾ. ഒരു ഘട്ടത്തിൽ ലിറ്റിലിന് ശ്വാസം മുട്ടിയപ്പോ അതും വളരെ ഡ്രാമാറ്റിക്കായി അവർ പരിഹരിച്ചു. സാവിയോ ലിറ്റിലിനെ റിംഗിൽ നിന്ന് പുറത്തേക്കിട്ടു. ഫാൽഗു ആശാൻ കൃത്യസമയം അവന് ഇൻഹേലർ അടിച്ചു. വീണ്ടും തുടർന്ന ഫൈറ്റിൽ കാണികളെ ആവേശ കൊടുമുടിയിൽ നിർത്തി മികച്ച നീക്കങ്ങൾ നടത്തി സാവിയോ ലിറ്റിലിനെ പരാജയപ്പെടുത്തി. കാണികൾ ആർപ്പ് വിളിച്ചു. അങ്ങോട്ടേക്ക് ചെറിയാനും എത്തിയിരുന്നു. നടക്കുന്ന ആ ആക്ട് കണ്ട് ചെറിയാനും കൈയടിച്ചു. വിസിൽ മുഴക്കി. ചാമ്പ്യൻഷിപ്പും പൊക്കി സാവിയോ അങ്ങ് നിൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ടേക്കെത്തിയ ഒരാളെ എല്ലാവരും നോക്കിക്കണ്ടത്. അത് ജയിലിൽ നിന്നിറങ്ങിയ വെട്രിയായിരുന്നു. സാവിയോയും ലിറ്റിലും ഒരു ഭയത്തോടെ വെട്രിയെ നോക്കിക്കണ്ടു. പക്ഷെ അവർ പേടിച്ച പോലൊന്നും ഉണ്ടായില്ല. വെട്രിക്ക് തന്നെ കുടുക്കിയത് ആരാണെന്നതിനെപ്പറ്റി ഒരു ധാരണയുമുണ്ടായിരുന്നില്ല. വെട്രിയെ ആദ്യമായി കണ്ട റോസമ്മ വല്ലാതെ അവനെ നോക്കി. വെട്രിയുടെ അടുത്തേക്ക് പോവാൻ റോസമ്മ ഭയപ്പെട്ടിരുന്നു. അവൾ അവിടെ നിന്ന് സുപ്രജാമ്മയുടെ അടുത്തേക്ക് ഓടി വെട്രി മകളുടെ പിന്നാലെ ചെന്നു. പക്ഷേ താഴെയാകട്ടെ ചെറിയാൻ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങിയ ശേഷം തന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു. നീ എന്റെ ആളല്ലടാ എന്ന മട്ടിലൊക്കെ ചെറിയാൻ വെട്രിയോട് സംസാരിച്ചു. അവനെ കുടിക്കവനെ പൊക്കണ്ടേ എന്ന മട്ടിലുള്ള സംസാരം വന്നപ്പോഴേക്കും അങ്ങോട്ടേക്ക് ലിറ്റിലും സാവിയോയും ഇറങ്ങി വന്നു. ലിറ്റിൽ അതിലിടപെട്ട് നെയ്സായി വെട്രിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ചെറിയാനോട് ചുമ്മാതിരിയട എന്ന മട്ടിലും പറഞ്ഞു. ചെറിയാന് സാവിയോ കാരണമാണ് വെട്രി കുടുങ്ങിയത് എന്ന് കൃത്യമായിട്ടറിയാമായിരുന്നു. ചെറിയാന്റെ കൂടെ കൂടാൻ വെട്രിക്കപ്പോൾ താല്പര്യമുണ്ടായിരുന്നില്ല. തന്റെ മകൾക്ക് വേണ്ടി നല്ല രീതിയിൽ ജീവിക്കണമെന്നായിരുന്നു വെട്രി ചിന്തിച്ചത്. പക്ഷെ ചെറിയാനാകട്ടെ പലതും പദ്ധതിയിടുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഫൈറ്റ് നൈറ്റ് കഴിഞ്ഞതോടെ ഫൈറ്റേഴ്സ് എല്ലാവരും ഫോർട്ട് കൊച്ചിയിലെ ജനങ്ങൾക്കിടയിൽ ഫേമസ് ആവാൻ തുടങ്ങി. അവർ ജനങ്ങൾ തിരിച്ചറിയാനും ഉദ്ഘാടനത്തിനും മറ്റുമായി ക്ഷണിക്കാനും അവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ലഭിക്കാനും തുടങ്ങി. അവരും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം തരക്കേടില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മേയർ ശിവൻ ലിറ്റിലിനെയും സാവിയോയെയും വിളിപ്പിക്കുന്നത്. സംഭവം എന്തെന്നാൽ ഇരട്ടകളായ ജിൻസനും ജോൺസനും അവരുടെ പരിപാടിക്ക് ഒരു ഇടങ്കോലുമായി വന്നിരിക്കുകയാണ്. അവരാ സ്ഥലം ലീസിനെടുത്ത് അവിടെ ചില പരിപാടികൾ ചെയ്യാൻ പോകുന്നു. അവരാകെ വല്ലതായിരുന്നു. എന്തു ചെയ്യുമെന്നൊരു പിടിയുമില്ല. മേയറിനോട് തന്നെ അവര് ചോദിച്ചു, ശിവൻ ചേട്ടൻ എന്താ പറയുന്നേ? അതുപോലെ ചെയ്യാം. ഇലക്ഷൻ സമയത്ത് അവർ തന്നെ കുറെ സഹായിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അവരെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു ശിവൻ അവരെ യാത്രയാക്കിയത്. ഇറങ്ങുന്നതിനു മുമ്പ് ശിവൻ സാവിയോട് വെട്രിയെപ്പറ്റി ചോദിച്ചു. വെട്രി ഇപ്പോ പഴയ പോലല്ലെന്നും റോസമ്മയുള്ളതും കൊണ്ട് അടങ്ങിയൊതുങ്ങി പോവുകയാണ് അവനെന്നുമായിരുന്നു സാവിയോ മറുപടി കൊടുത്തത്. അവിടെ നിന്ന് സാവിയോ നേരെ പോയത് ഫാൽഗു ആശാന്റെ ക്ലാസ്സിലേക്കാണ്. കുട്ടികളെ ഗുസ്തി പഠിപ്പിക്കാൻ അവൻ സഹായിക്കുന്നുണ്ടായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ചെറിയാനും സംഘവും കടന്നുവന്നു. ഒരു മൽപ്പിടുത്തത്തിന് ഒരു ഗുസ്തിക്ക് ചെറിയാൻ സാവിയോയെ വെല്ലുവിളിച്ചു. അവർ തമ്മിൽ ഗുസ്തി ആരംഭിച്ചു. ആദ്യം ചെറിയാന സാവിയോ മലത്തിയടിച്ചു. പക്ഷേ എഴുന്നേറ്റ് വന്ന ചെറിയാൻ സാവിയോയുടെ ചെവിയിൽ അവനല്ലേ വെട്രിയെ ഒറ്റുകൊടുത്തത് എന്ന മട്ടിൽ ആ കാര്യമങ്ങ് പറഞ്ഞു. മേയർ ശിവൻ വഴിയാണ് താനതറിഞ്ഞത് എന്ന കാര്യം കൂടി അവൻ പറഞ്ഞപ്പോ സാവിയോ ഞെട്ടിയിരുന്നു. പിന്നാലെ അവൻ പറഞ്ഞു, ഇനി മുതൽ ഫൈറ്റ് നൈറ്റിലെ മാച്ചിൽ ഞാനും എന്റെ പിള്ളേരുമുണ്ടാകും. എന്റെ ടേംസിലായിരിക്കും ഫൈറ്റ് നടക്കുക. തൊട്ടുപുറകെ സാവിയോയെ അവൻ മലത്തിയടിച്ചു. സാവിയോ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. അവനറിയാവുന്ന ആ രഹസ്യം വെച്ച് സാവിയോയെ ചെറിയാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഒടുവിൽ സാവിയോ അതിനനുവാദം കൊടുത്തു. അതറിഞ്ഞതും കുരുവിയും മറ്റുള്ളവരും വലിയ ദേഷ്യത്തിലായിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് ജിൻസനും ജോൺസനും വന്നെത്തുന്നത്. സാവിയോയെ വിളിച്ച് അവിടെ നിന്ന് അവർ ഒഴിയണമെന്നും ഇല്ലെങ്കിൽ തങ്ങൾ അവിടെ പൊളിക്കുമെന്നും അവർ സാവിയോയോട് പറഞ്ഞു. ഒഴിയാൻ പറ്റില്ലെന്നും പൊളിക്കാൻ പറ്റുവാണെങ്കിൽ പൊളിക്കടാ എന്ന മട്ടിലും സാവിയോ പറഞ്ഞതും സാവിയോ തല്ലുമെന്ന മട്ടിൽ ജിൻസൻ ഭീഷണി മുഴക്കാൻ തുടങ്ങി. കൃത്യസമയത്തായിരുന്നു അങ്ങോട്ടേക്ക് വെട്രി വന്നത്. വെട്രി നിന്ന നിൽപ്പിൽ ജിൻസനെ ജീപ്പിൽ നിന്ന് എടുത്തുപൊക്കി മലർത്തിയടിച്ചു. അതോടെ അവരൊതുങ്ങി.
ഒതുങ്ങി. വെട്രിയുടെ ആ ഫൈറ്റും നീക്കവും ഒക്കെ കണ്ടതും വെട്രിയെയും കൂടി എങ്ങനെയെങ്കിലും ഫൈറ്റ് ക്ലബിൽ ചേർക്കാൻ സ്വപ്നം കുരുവിയും മറ്റുള്ളവരും ശ്രമം ആരംഭിച്ചു. പക്ഷേ എന്തു ചെയ്താൽ വെട്രി അടുക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ ഫാൻസി ഡ്രസ് റെസ്ലിംഗിന് താനില്ലെന്നും താൻ പഠിച്ചത് നല്ല ഗാട്ട ഗുസ്തിയാണ് എന്നൊക്കെയായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കിട്ടിയ അവസരത്തിൽ വെട്രി ഒരു തരത്തിലും മടുക്കില്ലെന്ന് കണ്ടപ്പോ സ്വപ്രൻ ഒരു നാടകം കളിച്ചു. വെട്രിയുടെ മകൾ സാറാമയുടെ ആഗ്രഹമാണ് വെട്രി ഫൈറ്റിൽ പങ്കെടുക്കുക എന്നത് എന്ന മട്ടിൽ അവർ അങ്ങ് വരുത്തി തീർത്തു. ജയിലിൽ നിന്ന് വന്നിട്ടും അച്ഛനായിട്ടും സാറാമ വെട്രിയെ വല്ല മൈൻഡ് ചെയ്യാറില്ല. സാറാമയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ താനത് ചെയ്യും എന്ന് പറഞ്ഞ് വെട്രി അവരുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. എങ്ങനെയെങ്കിലും സാറാമയുടെ ഇഷ്ടം പിടിച്ചുപറ്റണം എന്നതായിരുന്നു വെട്രിയുടെ ലക്ഷ്യം. പിന്നീട് അവരുടെ പ്രാക്ടീസും തുടങ്ങി. കുളത്തിലെ പ്രാക്ടീസും തമാശകളും നടക്കുന്ന സമയം വർക്കിയെ വെട്രി പൊക്കിയെടുത്ത് കുളത്തിലേക്ക് ഇട്ടത് കണ്ട് സാറാമ പൊട്ടിച്ചിരിച്ചു. അതെല്ലാം വെട്രിക്ക് കൂടുതൽ പ്രചോദനം നൽകി. അങ്ങനെ അടുത്ത ഫൈറ്റിംഗ് നൈറ്റ് എത്തി. പക്ഷെ അന്ന് ഫൈറ്റിംഗ് നൈറ്റിലേക്ക് ചെറിയാൻ തന്റെ ആളുകൾ കൊണ്ടുവന്നിരുന്നു. ആദ്യത്തെ മത്സരം ചെറിയാന്റെ ആളും വർക്കിയും തമ്മിലായിരുന്നു. അഭിനയിക്കുന്നതിനു പകരം അയാൾ ഒറിജിനലായി വർക്കിയെ മർദ്ദിക്കാൻ തുടങ്ങി. വർക്കിയും മടിച്ചില്ല. ഫാൽഗു ആശാന്റെ നിർദ്ദേശപ്രകാരം തിരിച്ചടിച്ചു. ഒടുവിൽ അവനെ പരാജയപ്പെടുത്തി ആദ്യ മത്സരത്തിൽ വിജയിയായി. തുടർന്നും രസകരമായ ഫൈറ്റുകൾ അരങ്ങേറി. ചെറിയാനാകട്ടെ കൂടുതൽ ആളുകളെ അവരെ അടിച്ചമർത്താൻ വേണ്ടി ഇറക്കിക്കൊണ്ടിരുന്നു. പക്ഷേ മികച്ച രീതിയിൽ ചെറിയാന്റെ ആളുകളെയൊക്കെയും പരാജയപ്പെടുത്താൻ സാവിക്കും വെട്രിക്കും മറ്റുള്ളവർക്കും സാധിച്ചിരുന്നു. എല്ലാത്തിലും വിജയിച്ച് അവരെങ്ങനെ ആർമാദിക്കുന്നത് ചെറിയാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപമാനിതനായ ചെറിയാൻ ചിലതൊക്കെ ആലോചിച്ചായിരുന്നു മടങ്ങിപ്പോയത്. ഇതേസമയം മറുവശത്ത് ചെറിയാനും വെട്രിയും കാറിൽ പോവുകയായിരുന്നു. ചെറിയാൻ വെട്രിയുമായി സംസാരിക്കെ വെട്രി പറഞ്ഞു, കൊച്ചെന്നെ അടുപ്പിക്കുന്നില്ലടാ, അവൾ എന്റെ അടുത്തേക്ക് വരുന്നു പോലുമില്ല. അവൾക്ക് ചിലപ്പോ എന്നെ ഇഷ്ടമായിരിക്കില്ല. ചെറിയാൻ പറഞ്ഞു, നീ വെറുതെ അപ്സെറ്റ് ആകാതെ, നിന്റെ ജോലിയല്ലേ, നമുക്ക് സെറ്റാക്കാം. അവർ യാത്ര ചെയ്തെത്തിയത് ഓഡീഷൻ നടക്കുന്ന ഇടത്തേക്കാണ്. അന്ന് വെട്രിയുടെ ബർത്ത്ഡേ ആയിരുന്നു. രഹസ്യമായി വെട്രിക്കൊരു സർപ്രൈസ് ബാക്കിയുള്ളവർ അറേഞ്ച് ചെയ്തിരുന്നു. കേക്ക് വാങ്ങാനായി പോയ സാവിയോ ആകട്ടെ കേക്ക് കിട്ടാൻ വൈകിയതുകൊണ്ട് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ. ഈ സമയം ചെറിയാനൊരു പണി പറ്റിച്ചു. സാറാമ്മയുടെ അടുത്ത് ചെന്ന് വെട്രിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു പറഞ്ഞ് ഒരു പൊതി സാറാമ്മയെ ഏൽപ്പിച്ചു. ലിറ്റിലിന് അതിലൊക്കെന്തോ പന്തികേട് തോന്നി. ലിറ്റിൽ സാവിയെ വിളിച്ചു. സാവി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. സാറാമ്മയാകട്ടെ ഒന്നും അറിയാതെ വെട്രിയുടെ അടുത്തെത്തി. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തു. മകൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നത് വെട്രിയെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു. വെട്രി ആ ഗിഫ്റ്റ് തുറന്നു. നോക്കുമ്പോ അതിനകത്തുണ്ടായിരുന്നത് വാൾട്ടറുടെ വാച്ചാണ്. വെട്രിയുടേതായിരുന്ന പണ്ട് വെട്രിയെ കുടുക്കിയവന്റെ കയ്യിൽ പെട്ടുപോയ വാൾട്ടറുടെ അതേ വാച്ച്. അത് കണ്ടതും വെട്രിയുടെ രോഷം മാളിക്കത്തി. കൊച്ചിനിത് എവിടുന്നാ കിട്ടിയത് എന്ന മട്ടിൽ വെട്രി ചോദിച്ചു. ആ വാച്ച് കണ്ട് പരിചയമുണ്ടായിരുന്ന സാറാമ ആ വാച്ച് സാവിയുടേതാണെന്നും സാവി ഒളിപ്പിച്ചു വെച്ചിരുന്നതാണ് എന്ന മട്ടിലും പറഞ്ഞു. കാര്യം പ്രശ്നമാവുകയാണ് എന്ന് മനസ്സിലാക്കിയ ലിറ്റിൽ വെട്രിക്കടുത്ത് വെട്രി ചിന്തിക്കുന്ന പോലുള്ള കാര്യങ്ങൾ എന്ന് പറയാൻ ചെന്നെങ്കിലും വെട്രിയൊന്നും കേൾക്കാൻ പോലും തയ്യാറായില്ല. നിനക്കുമൊക്കെ അറിയാമായിരുന്നല്ലടാ എന്ന് ചോദിച്ച ദേഷ്യത്തിൽ കസേരമടക്കി വെട്രി ലിറ്റിലിനെ അടിക്കാൻ ആരംഭിച്ചു. ബാക്കിയുള്ളവർ വെട്രിയെ തടയാൻ നിന്നു. അപ്പോഴാണ് സാവി എത്തുന്നത്. ഇരുവരും പരസ്പരം പോരടിക്കാൻ മുന്നിട്ട് വന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്നവർ ചേർന്ന് ഇരുവരെയും പിടിച്ചു മാറ്റി. കൂടെ നിന്ന് ചതിക്കുമായിരുന്നല്ലടാ എന്ന മട്ടിൽ വെട്രി വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. വെട്രിയൊക്കെ അറിഞ്ഞെന്ന് സാവിയോ മനസ്സിലാക്കി. സാവിയോ ഞെട്ടിനിക്കെ അങ്ങോട്ടേക്ക് ചെറിയാൻ ഇടപെട്ടു. വെട്രിയെ സമാധാനിപ്പിച്ച് മാറ്റി നിർത്താൻ നോക്കി. കൊച്ചു കാണുന്നുണ്ടെന്നും ഇതൊക്കെ കണ്ട അവൾക്ക് നിന്നോട് വെറുപ്പ് കൂടിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ വെട്രി ഒന്നടങ്ങി. പിന്നാലെ ചെറിയാൻ തന്റെ പദ്ധതിയുടെ ഭാഗമായി വെട്രിയോട് പറഞ്ഞു, നിന്റെ നഷ്ടങ്ങളൊക്കെ എനിക്കറിയാം. നിനക്കൊക്കെ നഷ്ടപ്പെട്ടു. നിനക്ക് നിന്റെ ജീവിതം പോയി, നിന്റെ ഭാര്യ പോയി, നിന്റെ കൊച്ചുവരെ കൈവിട്ടുപോയി. പക്ഷേ ആവശ്യം അവനറിയണമെങ്കിൽ അവന്റെ ഒക്കെ നഷ്ടപ്പെടണം. അപ്പോഴാണ് അഷ്കർ ഇടപെട്ടത്. വെട്രി, നീ എന്താ ചെയ്യുന്നേ? അവൻ നിന്റെ അനിയനല്ലേ? അഷ്കർ അത് പറഞ്ഞതും ചെറിയാൻ മറുപടി പറഞ്ഞു, ഏതനിയൻ? എവിടുത്തെ അനിയൻ? തന്തേം തള്ളയൊന്നാണോ? അല്ലല്ലോ. പിന്നാലെ വെട്രിയോട് ചെറിയാൻ പറഞ്ഞു, നാട്ടുകാരൊക്കെ അറിയണം പച്ചയ്ക്ക് അവൻ നിന്നെ ചതിക്കുമായിരുന്നെന്ന്. നിന്നെ മാത്രമല്ല പാവം റോസമ്മയെയും. അവന്റെ എല്ലാം തകർക്കണം, തകർത്ത് തരിപ്പണമാക്കണം. അത് കഴിഞ്ഞ് നീ നിന്റെ കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാ പൊക്കോ, നിന്റെ കൂടെ ഞാനുണ്ട്. ചെറിയാൻ എന്ന ആ ചതിയന്റെ വാക്കുകൾ വെട്രി വേദവാക്യമായി എടുത്തു. ചെറിയാൻ അവിടെ വെച്ച് അനൗൺസ് ചെയ്തു, ആ ഫൈറ്റ് നൈറ്റിൽ വെട്രിയും സാവിയോയും ഏറ്റുമുട്ടും. ലോബോ വാസസ് ലോബോ. എല്ലാവരും അത് കേട്ട് ഞെട്ടി. സംഭവം കാട്ടുതീ പോലെ കൊച്ചി എങ്ങും പടരാൻ തുടങ്ങി. ഫാൽഗു ആശാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വെട്രിക്കടുത്തെത്തിയെങ്കിലും വെട്രി അടങ്ങുന്നുണ്ടായിരുന്നില്ല. സാവിയോക്ക് വേണ്ടി പറയാൻ എപ്പോഴും ആളുണ്ടായിരുന്നെന്നും താൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു എന്നുമായിരുന്നു വെട്രി പറഞ്ഞത്. മറുവശത്ത് ചെറിയാനാകട്ടെ ചതികൾ പദ്ധതിയിട്ട് ജിൻസനും ജോൺസണുമായും പോലും കൂടിക്കാഴ്ച നടത്തി. ഫൈറ്റ് നൈറ്റിന്റെ അന്ന് അവർ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. യാഥാർത്ഥ്യത്തിൽ വെട്രി എന്ന് കുടുങ്ങാൻ കാരണം സാവിയോ ആയിരുന്നില്ല. സാവിയോ കൊടുക്കാൻ ശ്രമിച്ചത് ചെറിയാനെയാണല്ലോ. സാവിയോ എന്നതിന് സഹായത്തിന് വിളിച്ചത് മേയർ
ശിവനെയായിരുന്നു. പക്ഷേ ശിവൻ ചതിച്ചു. ശിവൻ ആ വിവരം ചെറിയാനെ അറിയിച്ചു. ചെറിയാൻ അവിടെ നിന്ന് മാറി അങ്ങോട്ടേക്ക് വെട്രിയെ കൊടുക്കാൻ വേണ്ടി തന്നെ എത്തിക്കുകയായിരുന്നു. തന്റെ അപ്പനെ അപമാനിതനാക്കിയ വെട്രിയോടും സാവിയോയോടും ബുള്ളറ്റ് വാൾട്ടറോടും പണ്ടുതൊട്ടേ ചെറിയാന്റെ ഉള്ളിൽ പകയുണ്ട്. ഒക്കെ തകർക്കാനായിരുന്നു അവനെപ്പോഴും നോക്കിയിരുന്നത്. അന്ന് ഗൂഢാലോചന നടക്കുമ്പോ ചെറിയാൻ പറഞ്ഞു, അവര് പരസ്പരം ഒന്ന് തല്ലി തുടങ്ങിക്കോട്ടെ, കത്തിക്കും ഞാൻ, കുടുംബം അടക്കം കത്തിക്കും. പക്ഷേ കുറെ ആലോചിച്ചപ്പോ ഫൈറ്റൊന്നും വേണ്ടെന്ന് വെട്രിക്ക് തോന്നിയിരുന്നു. വെട്രി അതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. പക്ഷെ ചെറിയാൻ അപ്പോഴാണ് വെട്രിയുടെ കാതിൽ വീണ്ടും പലതും ഓതിക്കൊടുക്കുന്നത്. വെട്രി അതൊന്നും ചെവിയിൽ വാങ്ങിയില്ല. ആ വഴിയപ്പോൾ റോസമ്മയുടെ സ്കൂൾ വണ്ടി പോയി. ഓട്ടോറിക്ഷയിൽ കുട്ടികളെ കൊണ്ടുപോവുകയാണ്. വെട്രിയോട് റോസമ്മയുടെ അടുത്തെത്തി അവളോട് സംസാരിച്ചു. അപ്പന് വേറൊന്നും വേണ്ടടാ, മോള് മാത്രം മതി, നമുക്ക് രണ്ടാൾക്കും കൂടി എങ്ങോട്ടെങ്കിലും പോയാലോ? റോസമ്മ അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് തൊട്ടടുത്തിരുന്ന റോസമ്മയുടെ കൂട്ടുകാരി പറഞ്ഞത്, അതിന് സാവിയോ അങ്കിളല്ലേ റോസമ്മയുടെ അപ്പൻ. അത് കേട്ടതും വെട്രിക്ക് ദേഷ്യം തന്നെ വന്നു. തന്റെ മോളുടെ അച്ഛൻ സ്ഥാനം പോലും തനിക്കില്ല. രോഷം ആളിക്കത്തിയവൻ അതോടെ ഫൈറ്റിനിറങ്ങാൻ വീണ്ടും തീരുമാനിച്ചു. മറുവശത്ത് സാവിയോ ആകട്ടെ വെട്രിക്കെതിരെ ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ഫൈറ്റ് നടന്നില്ലെങ്കിൽ അവരുടെ ഫൈറ്റ് നൈറ്റ് തന്നെ ഇല്ലാതാകും. കുറെ പേരുടെ ജീവിതത്തെ ബാധിക്കും. അവരുടെ കൂടെയുള്ള സുപ്രനും മറ്റുള്ളവരും വലിയ നിരാശയിലായിരുന്നു. അവർ അവിടെ നിന്ന് ഫൈറ്റിംഗ് അറീനയിലേക്ക് ചെന്നു. അവിടെ എത്തുമ്പോൾ അവിടെ റിങ്ങിനകത്ത് വെട്രി ഇരിക്കുന്നുണ്ട്. വലിയ രോഷത്തിലാണ് ഇരിക്കുന്നത്. കൂട്ടത്തിൽ ചെറിയാനുമുണ്ട്. ചെറിയാൻ ഒക്കെ നശിപ്പിക്കാൻ എന്ന മട്ടിൽ കുറെ ആളുകളെ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പരിപാടി നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ സാവിയോയെ വിളിച്ചിട്ട് വരാൻ വെട്രി രോഷത്തോടെ അങ്ങോട്ടേക്കെത്തിയ സുപ്രനോടും മറ്റുള്ളവരോടും പറഞ്ഞു. മച്ചാൻ പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് ചെറിയാൻ തന്റെ ആളുകളോടൊപ്പം അവിടെ മടിച്ചു തകർക്കാനും തുടങ്ങി. കുഞ്ഞപ്പൻ നോടി സാവിയോക്കടുത്തെത്തിയ ആ വിവരം പറഞ്ഞു. സംഭവം നാടൊട്ടുക്കും പാട്ടായി. വെട്രിയും സാവിയോയും തമ്മിൽ ഉടനടി ആറെങ്ങിൽ വെച്ച് ഫൈറ്റ് അരങ്ങേറും. വിവരമറിഞ്ഞതും നാട്ടുകാരും അങ്ങോട്ടേക്ക് ഓടിയെത്താൻ ആരംഭിച്ചു. ഒടുവിൽ റിങ്ങിൽ വെട്രിയും സാവിയോയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങി. കനത്ത ഫൈറ്റായിരുന്നു നടന്നത്. കണ്ടിരുന്ന കാണികൾ പോലും ഇവർ ഫൈറ്റ് ചെയ്ത് ചാവോ എന്ന മട്ടിൽ ഭയപ്പെട്ടു. ആദ്യമൊക്കെ തോറ്റ് പിന്മാറാൻ സാവിയോ ശ്രമിച്ചിരുന്നു. പക്ഷേ റോസമ്മയെ അവിടെ കണ്ടതും അവന്റെ മട്ടുമാറി. റോസമ്മയെ വിട്ടുകൊടുക്കാൻ സാവിയോക്കൊരിക്കലും പറ്റില്ലായിരുന്നു. വെട്രിക്കെതിരെ അവൻ എഴുന്നേറ്റ് വന്ന് ശക്തമായി ഫൈറ്റ് ചെയ്തു. ഒടുവിൽ വെട്രിയെ ലോക്ക് ചെയ്തു. വെട്രി പരാജയപ്പെടും എന്ന ഘട്ടമെത്തി. ആ സമയം സാവിയോ പറഞ്ഞു, കുട്ടിയെ വിട്ടുതരാൻ എനിക്ക് പറ്റില്ലടാ, നിന്നെയും വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. അതും പറഞ്ഞ് സാവിയോ ലോക്കിൽ നിന്ന് വെട്രിയെ മോചിപ്പിച്ചു. ആ വാക്കുകൾ വെട്രിയുടെയും മനസ്സ് മാറ്റിയിരുന്നു. ചെറിയാൻ അത് നോക്കിക്കണ്ടു. ഇതാണ് സമയമെന്ന് മനസ്സിലാക്കി തന്റെ ചതി ചെറിയാൻ പുറത്തെടുത്തു. തന്റെ ആളുകളെ ഒക്കെ തകർക്കാനും അവരെ ആക്രമിക്കാനുമായി ചെറിയാൻ പറഞ്ഞയച്ചു. ജിൻസനും ജോൺസനും റിങ്ങിലേക്ക് കയറി ഇരുവരെയും ഇടിക്കാൻ ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ വെട്രിയെ വകവരുത്താൻ വേണ്ടി ചെറിയാൻ ഇറക്കുമതി ചെയ്തിരുന്ന ഉണ്ണിക്കുട്ടനെന്ന് അവൻ വിളിക്കുന്ന ആജാനുബാഹുവായ ഒരു ആഫ്രിക്കൻ വംശജൻ അങ്ങോട്ടേക്ക് കടന്നുവന്നു. അവനുപയോഗിച്ച് സാവിയോയെ ചെറിയാൻ അടിച്ചു വീഴ്ത്തിപ്പിച്ചു. അങ്ങോട്ടേക്ക് മാണിയുമെത്തിയിരുന്നു. ചെറിയാൻ മാണിക്കടുത്ത് അപ്പൻ പ്രൗഡല്ലേന്ന് ചോദിച്ചു. ആദ്യമായി താൻ പ്രൗഡാണെന്ന മട്ടിൽ അയാൾ വല്ലാത്തൊരു ഭാവത്തോടെ പുഞ്ചിരിച്ചു. ചെറിയാനും അതായിരുന്നു വേണ്ടിയിരുന്നത്. ഉണ്ണിക്കുട്ടൻ വെട്രിയെയും സാവിയോയെയും കണക്കിന് പെരുമാറാൻ തുടങ്ങി. അവരെ തീർത്തേരെയെന്ന് ചെറിയാനും പറഞ്ഞു. പക്ഷേ അപ്പോഴാണ് ഗുസ്തിയിൽ പ്രാക്ടീസിന് ഉപയോഗിക്കുന്ന ഗദ വായുവിൽ ഉയർന്നു വന്നത്. അത് ഉണ്ണിക്കുട്ടന്റെ പുറത്തടിച്ചു. ഉണ്ണിക്കുട്ടൻ താഴെ വീണു. എല്ലാവരും അതറിഞ്ഞത് ആരാണെന്ന മട്ടിൽ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അങ്ങോട്ടേക്ക് ഒരു ബുള്ളറ്റ് വന്നു നിന്നു. ബുള്ളറ്റിൽ വന്നെത്തിയത് സാക്ഷാൽ വാൾട്ടർ ആയിരുന്നു. ബുള്ളറ്റ് വാൾട്ടർ കൂട്ടത്തിൽ ലിറ്റിലുമുണ്ടായിരുന്നു. എല്ലാ ചതിക്കും പിന്നിൽ നിന്ന് മേയർ ശിവനെയും പൊക്കിയെടുത്തായിരുന്നു വാൾട്ടറിന്റെ വരവ്. വാൾട്ടർ കടന്നുവന്ന് അവിടുണ്ടായിരുന്ന ഗുണ്ടകളെ അടിച്ചൊതുക്കി. പിന്നാലെ ചതിയുടെ ആ സത്യങ്ങൾ ശിവനെ മുമ്പിൽ വെച്ച് വാൾട്ടർ വെട്രിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. മാണിക്കടുത്തു ചെന്നിരുന്ന് മാണിയെ നന്നായി അപമാനിച്ചൊന്ന് സംസാരിച്ചു. ഇതൊക്കെ കണ്ട് റിങ്ങിനകത്ത് നിൽക്കുകയായിരുന്നു ചെറിയാൻ. ചെറിയാൻ വാൾട്ടറെ ആക്രമിക്കാൻ വാൾട്ടറിന് നേരെ പാഞ്ഞെടുത്തതും അവനെ വെട്രി പിടികൂടി. നല്ല രീതിയിൽ വെട്രിയും കുരുവിയും ചേർന്ന് ചെറിയാൻ ഒന്ന് പൊട്ടിച്ചു. ചെറിയാൻ റിങ്ങിലേക്ക് കയറി ഫൈറ്റിന് തയ്യാറെടുക്കുന്ന പോലെ അവനോട് പൊരുതാൻ വേണ്ടി വെട്രി സാവിയോയെ പറഞ്ഞയച്ചു. ഇരുവരും തമ്മിൽ ഫൈറ്റ് ആരംഭിച്ചു. പുറത്ത് ചിരിച്ചു കാണിച്ച് പിന്നിൽ നിന്നും ചതിച്ച ശിവനെ ഫോർട്ട് കൊച്ചിയിലെ ജനങ്ങൾ കൈകാര്യം ചെയ്തു. ശക്തമായ ഏറ്റുമുട്ടലായിരുന്നു റിങ്ങിൽ അരങ്ങേറിയത്. ഏറ്റവും ഒടുവിൽ ചെറിയാൻ അവശതയിലായി. സാവിയോ അവന്റെ ചോക്കിൽ പിടിമുറുക്കി. പിന്നാലെ കാണിയായിരുന്നിരുന്ന വാൾട്ടറെ നോക്കി അതങ്ങ് ചെയ്തേക്കുന്ന മട്ടിൽ വാൾട്ടർ കണ്ണിറുക്കി. പിന്നെ സാവിയോ ഒട്ടും മടിച്ചില്ല. കഴുത്തിൽ പിടിച്ച് ചെറിയാനെ വായുവിലേക്ക് എടുത്തുയർത്തി ശക്തമായി നിലത്തേക്ക് വലിച്ചടിച്ചു. ഒരു പവർഫുൾ ചോക്ക് സ്ലാം. അതോടെ ആ റിങ്ങടക്കം
തകർന്നു വീണു. ചെറിയാന്റെ കളികളുടെ അവസാനം പരിക്കേറ്റവരൊക്കെ ആശുപത്രിയിലായി. ആ സമയം അവിടുണ്ടായിരുന്ന റോസമ്മ സുപ്രജാമ്മയോട് സംസാരിക്കുകയാണ്. വാൾട്ടറെ പറ്റിയൊക്കെ റോസമ്മ ചോദിച്ചു. ആ സമയത്താണ് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്. യാഥാർത്ഥ്യത്തിൽ അവിടം വിട്ട് പോയിരുന്നെങ്കിലും വാൾട്ടർ എപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ സുപ്രജാമ്മയിൽ നിന്ന് അറിയുന്നുണ്ടായിരുന്നു. സുപ്രജാമ്മ സാവിയോയെയും മറ്റും സഹായിക്കാൻ പണമൊക്കെ കൊടുക്കുമല്ലോ, അതൊക്കെ അവർക്ക് എത്തിച്ചു കൊടുത്തിരുന്നത് എപ്പോഴും വാൾട്ടർ ആയിരുന്നു. വാൾട്ടർ അങ്ങോട്ടേക്ക് അതേസമയം കടന്നു വന്നു. റോസമ്മയോട് സ്നേഹം പങ്കുവെച്ചു. റോസമ്മയെ എടുത്തുയർത്തി. അവിടെ മാറി വെട്രി നിൽക്കുന്നുണ്ടായിരുന്നു. വെട്രിക്കടുത്തേക്ക് റോസമ്മയുമായി വാൾട്ടർ ചെന്നു. വെട്രിയോടായി പറഞ്ഞു, നിനക്ക് മോളോടെന്തോ പറയാനുണ്ടായിരുന്നല്ലോ, പറയുന്നില്ലേ? വാൾട്ടർ ചോദിച്ചു. വെട്രി മടിച്ചു നിൽക്കുകയായിരുന്നു. റോസമ്മ ഈ സമയം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റാർ സ്റ്റിക്കർ വെട്രിയുടെ മുഖത്തൊട്ടിച്ചു. തന്റെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് വെട്രിയെ റോസമ്മ ഉൾപ്പെടുത്തിയിരുന്നു. അത് കണ്ടെല്ലാവരും സന്തോഷിച്ചു. വെട്രിക്കും വലിയ സന്തോഷം തോന്നി. വെട്രി റോസമ്മയെ എടുത്തു തന്നോട് ചേർത്ത് പിടിച്ചു. സന്തോഷത്തോടെ സാവിയോ അത് നോക്കിക്കണ്ടു. പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം ലാസ്റ്റ് നടന്ന സംഭവത്തോടെ അവരുടെ ഫൈറ്റിംഗ് അറീനയും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. സുപ്രനും സംഘവും വലിയ നിരാശയിലാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ ഇരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ലിറ്റിൽ ഓടി വരുന്നത്. ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് ലിറ്റിൽ അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ലിറ്റിൽ അവരുമായി നേരെ പോയത് മുമ്പ് പ്രശ്നം കാരണം പൂട്ടപ്പെട്ട അലങ്കാർ തിയേറ്ററിലേക്കായിരുന്നു. ആ തിയേറ്ററിനകത്ത് പുതിയൊരു ഫൈറ്റിംഗ് അറീന തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഇത്തവണ വാൾട്ടറാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. വെട്രിയും സാവിയോയും വാൾട്ടറുടെ തൊട്ടുപുറകെയുണ്ട്. അതിശയത്തോടെയും സന്തോഷത്തോടെയും അവരൊക്കെ അത് നോക്കി. വാൾട്ടർ തിരിഞ്ഞു നിന്ന് അവരെല്ലാവരോടുമായി പറഞ്ഞു, ഒന്നും നോക്കണ്ട, ചത്ത പച്ച. ആ ദൃശ്യത്തിൽ അവരുടെ ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ് പരിപാടി മുമ്പോട്ടേക്ക് തന്നെ പോകുമെന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈയൊരു സിനിമ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.